ആരോഗ്യം അമൂല്യം. ഇന്ന് വേൾഡ് ബ്രെയിൻ ഡേ. ഈ ദിനാചരണത്തെക്കുറിച്ചും മസ്തിഷ്കാരോഗ്യത്തെക്കുറിച്ചും സംസാരിക്കുന്നത് ഡോക്ടർ ജേക്കബ് ആലപ്പാട്ട്, കോഴിക്കോട്ടെ ആസ്റ്റർ മിംസിലെ ന്യൂറോ സയൻസസ് വിഭാഗം മേധാവിയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം മുൻ റിട്ടയർഡ് പ്രൊഫസറുമാണ് ഡോക്ടർ ജേക്കബ് ആലപ്പാട്ട്. വേൾഡ് ഫെഡറേഷൻ ഓഫ് ന്യൂറോളജി സെലക്ട് ചെയ്തിരിക്കുന്ന തീം ഭയങ്കര അർത്ഥവത്താൻ. ബ്രെയിൻ ഹെൽത്ത് ഫോർ ഓൾ ഏജസ്. എത്ര പ്രാധാന്യത്തോടു കൂടിയാണ്, എത്ര ക്രിട്ടിക്കലായിട്ടാണ് അതിനകത്ത് വേർഡ്സ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ പറഞ്ഞാൽ തീരില്ല. ബ്രെയിൻ ഹെൽത്ത് ഫോർ ഓൾ ഏജസ്, അതായത് ഒരു കുട്ടി കൺസീവ് ചെയ്യുന്നതിന് മുമ്പ് ആ അമ്മയുടെ കെയറിലും അത് തുടങ്ങിയിരിക്കും. എന്തിന്? ഫോളിക് ആസിഡ് സപ്ലിമെൻ്റ് ചെയ്ത്. ഫോളിക് ആസിഡ് സപ്ലിമെൻ്റ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളിലെ ജന്മനായുള്ള വൈകല്യങ്ങൾ കുറയ്ക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം പഠനങ്ങൾ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ എല്ലാ അമ്മമാർക്കും അല്ലെ കൺസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഫോളിക് ആസിഡ് സപ്ലിമെൻ്റ് ചെയ്യും. അത് സപ്ലിമെൻ്റ് ചെയ്യുന്ന അന്ന് തൊട്ട് ഗർഭിണിയായ അമ്മയുടെ അൾട്രാസൗണ്ട് ഗൈനക്കോളജിസ്റ്റ് മോണിറ്റർ ചെയ്യുന്നതും, ആ മോണിറ്റർ ചെയ്ത് എന്തെങ്കിലും ജന്മനാ വൈകല്യങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിച്ച് അനോമലി സ്കാനിൽ കണ്ടുപിടിച്ച് ആ ഗർഭം അലസിപ്പിക്കുന്നതും എല്ലാം എന്തുമാത്രം ഇംപ്ലിക്കേഷൻസ് സൊസൈറ്റിക്കും രാജ്യത്തിനും ആ ഫാമിലിക്കും ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് ഈ കുട്ടിയുടെ പ്രസവം എത്ര പ്രാധാന്യമുള്ളതാണ്. ആ പ്രസവം സേഫായിട്ട് നടത്തി കുട്ടിക്കൊരു ഹൈപ്പോക്സിക് ഡാമേജ് വരാതെ ഹെൽത്തി ബ്രെയിനും ഹെൽത്തി ആയിട്ട് ഈ കുട്ടി പ്രസവിക്കുന്നതിൻ്റെ ആവശ്യം. അത് കഴിഞ്ഞ് മുലയൂട്ടും, കുട്ടിക്ക് ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ ലെവൽ താന്നു പോയിട്ട് ഓക്സിപിറ്റൽ ലോബിന് ഇഞ്ചുറി വരാതെ ആ കുട്ടി മുന്നോട്ട് ജീവിച്ചു പോകുന്നതിൻ്റെ അവരുടെ ഓരോ മൈൽ സ്റ്റോൺസും ഡെവലപ്പ് ചെയ്ത് വരുന്നതിൻ്റെ ആവശ്യം. ഇതെല്ലാം ബ്രെയിൻ ഡെവലപ്മെൻറ്റ്. അതുകൊണ്ടാണ് ബ്രെയിൻ ഹെൽത്ത് ഫോർ ഓൾ ഏജസ് എന്ന് പറഞ്ഞാൽ എത്ര ക്രിട്ടിക്കലാണ് എന്ന് ഞാൻ പറയും. അത് കഴിഞ്ഞ് ആ കുട്ടി വളർന്നു വരുമ്പം ഒരു വീഴ്ച, ഒരു അപകടം പറ്റാതെ ആ കുട്ടിയെ കെയർഫുള്ളായിട്ട് വളർത്തേണ്ടത് ആവശ്യം. ആ കുട്ടി വളർന്ന് പിന്നെയും വരുമ്പോൾ ആ കുട്ടിക്ക് അപസ്മാരം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പോലും മെനിഞ്ചൈറ്റിസ്, എൻകെഫലൈറ്റിസ് അങ്ങനെ വല്ലതും വന്നാലും നേരത്തെ കണ്ടുപിടിച്ച് അപസ്മാരത്തിൻ്റെ പാർശ്വഫലങ്ങൾ കൊണ്ട് ആ ബ്രെയിനിന് ഒരു ഡാമേജ് വരാതിരിക്കാനുള്ള. അത് കഴിഞ്ഞ് കുട്ടി സൈക്കിളും ബൈക്കും ഓടിക്കാൻ തുടങ്ങുമ്പോൾ ബ്രെയിൻ ഇഞ്ചുറി, ഹെഡ് ഇഞ്ചുറികളൊന്നും വരാതെ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറികളൊന്നും വരാതെ ആ കുട്ടി വളർത്തേണ്ടതും, ആ വളർത്തേണ്ടതിൽ സൊസൈറ്റിക്ക്, അതായത് ഹെൽമെറ്റ് ധരിക്കുന്നതും നല്ല റോഡുകളും നല്ല വാഹനങ്ങളും നല്ല സൈക്കിൾ ഡ്രൈവ് ചെയ്യാൻ വേറെ വഴികളും ഫുട്പാത്തിന് വേറെ വഴികളും എല്ലാം എത്ര ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ റിഫ്ലക്ഷനാണ് ഒരു വ്യക്തിയുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഗോസ് ഫാർ ആൻഡ് വൈഡ്. ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അനാറ്റമിക്കൽ ആൻഡ് ഗ്രോത്ത് വൈസ്, മൈലിനേഷൻ വൈസ് ഫസ്റ്റ് 2 years 3 years കംപ്ലീറ്റ് ആവും. പിന്നെ എന്താണ് ഒരു കുട്ടി പഠിക്കുന്തോറും 2 to 10 years 14 years 18 years വരെ ഉണ്ടാകുന്നത്? കണക്ഷൻസാണ് ഉണ്ടാവുന്നത്. ബ്രെയിന് മുഴുവൻ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട്സാണ്, കമ്പ്യൂട്ടർ തന്നെയാണ്. ആ കമ്പ്യൂട്ടറിലെ കണക്ഷൻസാണ് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ, കൂടുതലൊരു മ്യൂസിക് പഠിക്കുമ്പോൾ, ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ, അതെല്ലാം ഒരു കുട്ടിക്ക് അക്വയർ ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ളത് വെന്നെവർ ഹീ ഈസ് യങ്. എനി സ്കിൽസ് വിൽ ബി അക്വയർഡ് വെന്നെവർ യു ആർ യങ്. ഓൾഡ് ബ്രെയിൻ above the age of 30-40, it is difficult to acquire skills. The effort required is more. That is why the nation, the country, the society, a group which is young, which is always below the age of 21 will be successful. വേൾഡ് ബ്രെയിൻ ഡേ, ഇതേക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ജേക്കബ് ആലപ്പാട്ട്.